Hi and welcome to Twinkle Time Thoughts. ഭൂതവും കുരങ്ങന്മാരും. ബുദ്ധി ഉപയോഗിച്ച് ഏത് ദുഷ്കര സാഹചര്യവും എങ്ങനെ സാധ്യമാക്കാം എന്ന് കാണിച്ചു തരുന്ന ഗുണപാഠ കഥയാണിത്. പണ്ട് ഒരു കാട്ടിൽ ഒരിക്കലും വറ്റാത്തൊരു തടാകമുണ്ടായിരുന്നു. നല്ല തെളിഞ്ഞ മധുരമുള്ള വെള്ളമായിരുന്നു അതിൽ. കാട്ടിലെ മൃഗങ്ങളെല്ലാം ആ തടാകത്തിൽ നിന്നുമായിരുന്നു വെള്ളം കുടിച്ചു പോന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദാഹിച്ചു വലഞ്ഞെത്തിയ ദുഷ്ടനായൊരു ഭൂതം ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കുവാനിടയായി. ഭൂതത്തിന് സ്വാദിഷ്ടമായ വെള്ളവും മനോഹരമായ തടാകവും വളരെ ഇഷ്ടമായി. അവൻ അവിടെ സ്ഥിരതാമസമാക്കി. അടുത്ത ദിവസം വെള്ളം കുടിക്കുവാനെത്തിയ മൃഗങ്ങളെ അവൻ തടഞ്ഞു. ഇത് ഇന്നു മുതൽ എൻ്റെ സ്വന്തം തടാകമാണ്. മറ്റാരെങ്കിലും ഇതിൽ നിന്ന് വെള്ളം കുടിക്കാൻ വന്നാൽ ഞാൻ അകത്താക്കും, ഭൂതം താക്കീത് നൽകി. മൃഗങ്ങളെല്ലാം പേടിച്ച് തിരിച്ചുപോയി. അവരെല്ലാം വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞു. ആ കാട്ടിൽ ഒരു കുരങ്ങുകൂട്ടം പാർത്തിരുന്നു. തന്ത്രശാലിയായ ഒരു കുരങ്ങനായിരുന്നു അവരുടെ നേതാവ്. കുരങ്ങു നേതാവ് മറ്റു മൃഗങ്ങളെ വിളിച്ചു വരുത്തി. ദുഷ്ടനായ ഭൂതത്തിൻ്റെ കയ്യിൽപ്പെടാതെ മറ്റൊരു തടാകത്തിലേക്ക് വെള്ളത്തിനായി പോകാൻ അവരെ ഉപദേശിച്ചു. മൃഗങ്ങൾ അങ്ങനെ ദൂരെയുള്ള മറ്റൊരു തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചു പോന്നു. ആരും ഭൂതം പാർത്തിരുന്ന തടാകത്തിലേക്ക് പോയില്ല. അങ്ങനെയിരിക്കെ വേനൽക്കാലം വന്നു. മൃഗങ്ങൾ വെള്ളം കുടിച്ചിരുന്ന തടാകം വറ്റി വരണ്ടു. പക്ഷെ ഭൂതം പാർത്തിരുന്ന തടാകം മാത്രം വറ്റിയില്ല. ദാഹിച്ചു വലഞ്ഞ മൃഗങ്ങൾ കുരങ്ങൻ നേതാവിൻ്റെ അടുത്തെത്തി. കുരങ്ങൻ നേതാവ് തൻ്റെ കുരങ്ങൻ കൂട്ടത്തെ വിളിച്ചു വരുത്തി. അവൻ മറ്റു കുരങ്ങന്മാരോട് ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. കുരങ്ങന്മാർ ഭൂതം താമസിക്കുന്ന തടാകത്തിനടുത്തെത്തി. അവർ തടാകത്തിനടുത്തൊരു വലിയ കുഴിയുണ്ടാക്കി. കാട്ടിൽ നിന്ന് വലിയൊരു മുളവടി ഒടിച്ചു കൊണ്ടുവന്ന് മുളവടി അവർ തടാകത്തിലിട്ടു. എതിർവശത്തു നിന്ന് വെള്ളം വലിച്ചെടുത്തു. വെള്ളം മുളവടിയിലൂടെ കുരങ്ങന്മാരുടെ കുഴിയിലേക്ക് വരുവാൻ തുടങ്ങി. ഭൂതം കോപത്തോടെ പുറത്തേക്ക് വന്നെങ്കിലും കുരങ്ങന്മാരെല്ലാം തടാകത്തിന് പുറത്തായിരുന്നു. ഒന്നും ചെയ്യാനാവാതെ അവൻ തിരിച്ചുപോയി. കുരങ്ങന്മാർ തടാകത്തിലെ സ്വാദിഷ്ടമായ വെള്ളം കുടിച്ച് ദാഹമകറ്റി. ഗുണപാഠം: ബുദ്ധി അസാധ്യമായതിനെ സാധ്യമാക്കും. Thank you for watching. Please like, subscribe our channel.